ഇന്ന് ഞങ്ങളിത് മാളിക്കുന്ത വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ പെരുന്നാൾ ലീവ് വേണ്ടി ഞങ്ങൾ പോയിട്ടില്ല. പെരുന്നാൾക്ക് പിന്നെ മദ്രസിന് കുറച്ച് ദിവസം ലീവ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾക്ക് സ്കൂൾക്ക് മാളിക്കുന്ത വീട്ടിൽ നിന്നും പോവായിരുന്നു. അപ്പോൾ പിന്നെ മദ്രസ തുറക്കാനാകുമ്പോഴേക്കും പോവാന്ന് കരുതിയിട്ട് ഇന്ന് ഉച്ചക്ക് അമ്മ നല്ല തേങ്ങാച്ചോറും അതുപോലെ തന്നെ ബീഫ് കറിയും പപ്പടം പൊരിച്ചതൊക്കെ ഉണ്ടായി. അങ്ങനെ ദൈശലിനൊക്കെ ചോറ് കൊടുത്തിട്ട് പിന്നെ ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. ചൂട് കൊടുക്കാൻ ഈ ഒരു തേങ്ങാച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടേ പിന്നെ ഞങ്ങൾ പോണത് ഇന്ന് സ്കൂളിൽ മീറ്റിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ മീറ്റിംഗ് ആണ്. അപ്പോൾ നിർബന്ധമായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. 2 മണിക്കാണ് മീറ്റിംഗ് തുടങ്ങുന്നത്. 2 മണി തൊട്ടിട്ട് 3 മണി വരെ LP-കാർക്കും 3 മണി തൊട്ട് 4 മണി വരെ പിന്നെ UP-കാർക്കാണ് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അങ്ങനെ അത് ആദ്യം നിയമോളുടെ ക്ലാസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നിയമോളുടെ ഫ്രണ്ട്സ് ആണ്. ഓലിനെ കണ്ടപ്പോൾ ഓടി വന്നതാണ്. നിങ്ങൾ വീഡിയോ ഒക്കെ ഞങ്ങൾ കാണലുണ്ടെന്നും. അങ്ങനത്തെ മീറ്റിംഗ് ഒക്കെ തുടങ്ങി ടീച്ചർ ഓരോ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. പിന്നെ സ്കൂൾ തുറന്നിട്ട് ഫസ്റ്റിലെ ദിവസങ്ങളിൽ അവർ ചെയ്ത പ്രവർത്തനം ഞങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണിച്ചു തരുന്നു. അങ്ങനെ നിയമോളുടെ ക്ലാസ്സിൽ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നീച്ചുക്കുട്ടിയുടെ ക്ലാസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ടീച്ചർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ സ്കൂൾ ബസ്സിൽ തന്നെ കയറിയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ ഉമ്മ നല്ല കട്ടൻ ചായ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ പിറ്റേ ദിവസം പെരുന്നാൾ ലീവൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മദ്രസ തുറക്കണം. അപ്പൊ മദ്രസക്ക് പോകാൻ വേണ്ടിട്ട് ഞങ്ങൾ രാവിലെ മാളിക്കുന്ത വീട്ടിൽ നിന്ന് പോരാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അങ്ങനത്തെ രാവിലത്തെ ചായക്ക് നല്ല അടിപൊളി ദോശയും അതുപോലെ തന്നെ ഈ ഒരു കിഴങ്ങ് ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള കൂട്ടാനും ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൂട്ടാനെ ഈ ഒരു ദോശന്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ എപ്പോഴും മാളിക്കുന്ത വീട്ടിൽ വരുമ്പോൾ ഈ ഒരു കൂട്ടാൻ ഈ ഒരു ദോശ എന്റെ ഉമ്മാനെ കൊണ്ട് ഉണ്ടാക്കി തരാൻ പറയലുണ്ട് കേട്ടോ. എന്റെ ഉമ്മ ഉണ്ടാക്കിയാൽ ഈ ഒരു കൂട്ടാൻ അടിപൊളി ടേസ്റ്റ്. പിന്നത്തെ ചായ കുടിച്ചിട്ടേ പോലെ ലഗേജ് ഒക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആകെ ഒരു കിറ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോകാൻ നോക്കിയപ്പോൾ ഒരുപാട് സാധനങ്ങൾ ലഗേജ് ഒക്കെ കണ്ട 1 മാസത്തിന് വന്ന പോലെ ഉണ്ട്. എവിടെ ആകെ 4 ദിവസമുള്ള നിന്നിട്ടുണ്ടാവുക. അങ്ങനത്തെ പുറത്തിറങ്ങിയപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോരാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പോരുന്ന വ്യക്തി ഞങ്ങൾക്ക് കുറച്ച് മുട്ടായി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ ഫ്രണ്ടിന്റെ അടുത്താണ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു പാക്കിലെ മുട്ടായി മാത്രം ഉണ്ടോ. ബാക്കി ആളുടെ ഫ്രണ്ടിന്റെ വക ഫ്രണ്ട് തന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് 4 പെൻസിലും പേനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇശലിനേതായി മുട്ടായിയൊക്കെ പാടെ ഒന്നിച്ച് കണ്ടപ്പോഴേ ആൾക്ക് വല്ലാത്ത പൊലിവ് കേട്ടോ. ഏതെടുക്കണം ഏത് തിന്നണം എന്നില്ല കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് ആള്. പിന്നെ എന്താ മറ്റേ പേക്കും പൊട്ടിച്ച് എല്ലാ മുട്ടായും പാടെ എടുത്തിട്ടേ തറവാട്ട് വീട്ടിലും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.